രാജ രവിവർമ്മ. തിരുവനന്തപുരം ജില്ലയുടെ വടക്കേ അറ്റത്ത് കിളിമാനൂർ കൊട്ടാരത്തിൽ 1848 ഏപ്രിൽ 29 പൂരുരുട്ടാതി നാളിൽ രവിവർമ്മ എന്ന ലോകപ്രശസ്ത ചിത്രകാരൻ പൂജാതനായി. അച്ഛൻ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടും അമ്മ ഉമയാംബഭായ് തമ്പുരാട്ടി. അച്ഛൻ വേദശാസ്ത്രത്തിലും അമ്മ സംഗീതത്തിലും സുകുമാര കലകളിലും പ്രാഗൽഭ്യമുള്ളവരായിരുന്നു. 5-ാം വയസ്സ് മുതൽ സംസ്കൃതത്തിലും മലയാളത്തിലും കിളിമാനൂർ കൊട്ടാരത്തിൽ തന്നെ വിദ്യാഭ്യാസം തുടങ്ങി. കുട്ടിക്കാലം മുതൽ കേട്ടുവളർന്ന രാമായണ മഹാഭാരത കഥകളും കീർത്തന ആലാപനങ്ങളും വേദമന്ത്രോച്ചാരണങ്ങളും രവിവർമ്മയിലെ കലാകാരനെ ഉത്തേജിപ്പിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു. കൊട്ടാരത്തിന് പിന്നിലെ ചുവരിൽ കരിക്കട്ട കൊണ്ട് കോറിയിട്ട രൂപരേഖകൾ കാണാനിടയായ തൻ്റെ അമ്മാവൻ സ്വാതി തിരുനാളിൻ്റെ പ്രീതി നേടിയ ചിത്രകാരനായിരുന്നു. തൻ്റെ അനന്തരവനിലെ ചിത്രകലാഭിരുചി മനസ്സിലാക്കിയ അമ്മാവൻ രാജരാജവർമ്മ വ്യാകരണം, കാവ്യാലങ്കാരങ്ങൾ, സംഗീതം എന്നിവയ്ക്കൊപ്പം ചിത്രരചനാഭ്യസനവും നൽകി. ജലഛായാചിത്രരചനയും വർണ്ണക്കൂട്ടുകളുടെ നിർമ്മിതിയും പഠിപ്പിച്ചു. 12 വയസ്സ് കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള മനോഹരമായ ജലഛായാചിത്രങ്ങൾ വരയ്ക്കുവാൻ രവിവർമ്മ പ്രാപ്തമായി കഴിഞ്ഞിരുന്നു. 1862 തിരുവിതാംകൂർ ഭരണാധികാരിയായ ആയില്യം തിരുനാളിന് മുൻപിൽ താൻ വരച്ച 3 ചിത്രങ്ങളുമായി രവിവർമ്മ തൻ്റെ അമ്മാവനോടൊപ്പം നടന്നെടുത്തത് രാജാ രവിവർമ്മ എന്ന ചിത്രമെഴുത്ത് കോയിത്തമ്പുരാനിലേക്കായിരുന്നു. ആയില്യം തിരുനാളിൻ്റെ അനുഗ്രഹാശിസുകളോടെ കോട്ടയ്ക്കകത്തെ മൂടത്തു മഠത്തിൽ താമസിക്കുകയും എണ്ണഛായാ ചിത്രരചനയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ നൽകുകയും ചെയ്തു. യൂറോപ്യൻ ചിത്രരചനാ രീതിയും സ്വായത്തമാക്കിയ രാജാ രവിവർമ്മ പൂർവ്വ പാശ്ചാത്യ സമ്പ്രദായങ്ങളെ കോർത്തിണക്കി തൻ്റേതായ രീതിയിലെ ചിത്രരചനയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഭാരതീയ പൗരാണിക രചനാരീതികളും കേരളത്തിലും തമിഴ്നാട്ടിലും പ്രചാരത്തിലുണ്ടായിരുന്ന തഞ്ചാവൂർ ചിത്രരചനാ രീതിയും രവിവർമ്മയെ വളരെയേറെ സ്വാധീനിച്ചു. 1866 രവിവർമ്മയുടെ 18ാമത്തെ വയസ്സിൽ മാവേലിക്കര ഉത്സവ മഠത്തിലെ പൂരുരുട്ടാതി നാൾ ഭാഗീരഥി ഭായ് തമ്പുരാട്ടിയെ വിവാഹം കഴിച്ചു. മാവേലിക്കരയിലും തിരുവനന്തപുരത്തുമുള്ള താമസത്തിനിടയ്ക്ക് അതിമനോഹര കലാസൃഷ്ടികൾ ഉടലെടുത്തു. രവിവർമ്മ ചിത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകൃതി നൽകിയ നിറം അതേപടി നിലനിർത്തുക എന്നതായിരുന്നു. 1868 ഡച്ച് വംശജനായ തിയോഡോർ ജെൻസന്റെ ചിത്രരചന നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ രവിവർമ്മയ്ക്ക് തൻ്റെ ചിത്രരചനാ രീതിയിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു. തുടർന്ന് ഒരേ വിഷയത്തിൽ 2 പേരും വരച്ച രചനകളിൽ രവിവർമ്മയുടെ രചന മികവ് പുലർത്തി. ഇത് ഭരണാധികാരിയായ ആയില്യം തിരുനാളിൽ അളവറ്റ സന്തോഷമുണ്ടാക്കി. ഒരർത്ഥത്തിൽ രാജാ രവിവർമ്മയെ ചിത്രകലയുടെ തമ്പുരാനാക്കിയതിന് ആയില്യം തിരുനാളിന് നിർണായകമായ പങ്കുണ്ടായിരുന്നു. മദ്രാസ് ഗവർണറായിരുന്ന ബക്കിംഗ്ഹാം പ്രഭുവിൻ്റെ ചിത്രം വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിമനോഹരമായി വരച്ചത് അദ്ദേഹത്തിൻ്റെ പ്രശംസയ്ക്ക് കാരണമായി. ആയില്യം തിരുനാളിൻ്റെയും പത്നിയുടെയും അതിമനോഹര ചിത്രം വരച്ച രവിവർമ്മയെ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ രാജകീയ സമ്മാനമായ വീരശൃംഖല നൽകിയാണ് ആദരിച്ചത്. കേരളീയ ശൈലിയിലുള്ള മുടിക്കെട്ട് മുന്നോട്ട് ചരിച്ചു കെട്ടി പിച്ചിപ്പൂ ചൂടിയ സൗന്ദര്യത്തിൻ്റെ മൂർത്തീഭാവമായ ഒരു നായർ സുന്ദരിയുടെ ചിത്രം രവിവർമ്മ ചിത്രങ്ങളിലെ ക്ലാസിക്കുകളിൽ ഒന്നാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും കലാവിഷയമാക്കിയിരുന്ന രവിവർമ്മയുടെ സാമൂഹ്യ പ്രതിബദ്ധത ദ ജിപ്സീസ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ചിത്രത്തിലൂടെ ദൈന്യതയുടെ മറ്റൊരു മുഖം രവിവർമ്മ വരച്ചു കാട്ടുന്നു. തമ്പുരുമീട്ടിപ്പാടുന്ന തമിഴ് വനിതയും ശകുന്തളാ പത്രലേഖനവും ഉദാത്ത സൃഷ്ടികളാണ്. 39ാമത്തെ വയസ്സിൽ വരച്ച ചിത്രമാണ് ദമയന്തി ഹംസ സംവാദം. ചിത്രരചനയ്ക്ക് മുൻപ് രവിവർമ്മ ചിത്രമാക്കാൻ ഉദ്ദേശിക്കുന്ന രംഗങ്ങളും കഥാപാത്രങ്ങളുടെ ഭാവങ്ങളും
ഭാവനാശാലികളായ പണ്ഡിതരുമായി വളരെയധികം ചർച്ച ചെയ്തിരുന്നു. താൻ ഉദ്ദേശിക്കുന്ന ഭാവങ്ങൾ മുഖത്ത് പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരെ രംഗത്ത് നിർത്തി വേഷഭൂഷാദികൾ അണിയിച്ച് കണ്ടതിന് ശേഷമാണ് ചിത്രരചനയിലേക്ക് പോകുന്നത്. ജീവിതഗന്ധിയായ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ഈ മാർഗം അദ്ദേഹത്തെ ഏറെ സഹായിച്ചു. തന്നെക്കാളും 12 വയസ്സിനിളയ അനുജനായ രാജരാജവർമ്മയാണ് രവിവർമ്മയുടെ സന്തത സഹചാരി. രവിവർമ്മയോടൊപ്പമുള്ള വടക്കേ ഇന്ത്യൻ യാത്രയെക്കുറിച്ച് അനുജൻ രാജരാജവർമ്മ തയ്യാറാക്കിയ യാത്രാ വിവരണമാണ് എ ടൂർ ഇൻ അപ്പർ ഇന്ത്യ. രവിവർമ്മ 5 മക്കളുടെ പിതാവായിരുന്നു. 1047 ജനിച്ച മൂത്ത മകളാണ് റീജന്റ് മഹാറാണിയുടെ മാതാവ്. രണ്ടാമത്തെ മകൻ കേരളവർമ്മ ചെറുപ്രായത്തിൽ നഷ്ടമായി. 1053 ജനിച്ച പുത്രിയാണ് അമ്മ മഹാറാണിയുടെ മാതാവ്. 1055 ജനിച്ച രാമവർമ്മ അച്ഛനിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ലോകപ്രശസ്ത ചിത്രകാരനായി. 1057 ജനിച്ച ചെറിയ ആയില്യം തിരുനാൾ തമ്പുരാട്ടിയാണ് 5ാമത്തെ മകൾ. ഭാരതീയരുടെ പൂജാമുറികളിലെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ കാലാതീതമായി നിറഞ്ഞു നിൽക്കുന്നത് രവിവർമ്മ എന്ന അനശ്വര ചിത്രകാരൻ്റെ ചിത്രങ്ങളിലൂടെയാണ്. ആയില്യം തിരുനാളിനെ കൂടാതെ ബറോഡയിലെ സയാജി റാവു മൂന്നാമനും ഭവനഗർ രാജാവും മൈസൂർ രാജാവുമാണ് രവിവർമ്മയുടെ കലാജീവിതത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകിയത്. ജീവചരിത്രം പഠിച്ചറിഞ്ഞ് വരച്ച രചനയാണ് വീര ശിവജിയുടേത്. അസുഖബാധിതനായി കാദംബരിയുടെ ചിത്രപൂർത്തീകരണത്തിനിടെയാണ് രാജാ രവിവർമ്മ എന്ന ആ അനശ്വര കലാകാരൻ, ചിത്രകലയുടെ രാജാവ്, ഈ ലോകത്തു നിന്നും യാത്രയായത്. ഈ അനശ്വര കലാകാരന് നീലാംബരി ഫിലിംസിൻ്റെ പ്രണാമം.